നെറ്റ്ഫ്ലിക്സിൽ ഒരു മാരക സീരീസ് വന്നിട്ടുണ്ട്. മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഐറ്റം. സംഭവത്തിൻ്റെ പേരാണ് ലാസ്റ്റ് സാമുറായി സ്റ്റാൻഡിങ്. ഇത് വെറും 6 എപ്പിസോഡ് മാത്രമുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതായത് നമ്മുടെ PUBGയുടെ ഒക്കെ ഒരു ജാപ്പനീസ് സാമുറായി വേർഷൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും. സംഭവത്തിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അങ്ങ് 19-ാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ ഒരു ഗെയിം സംഘടിപ്പിക്കുകയാണ്. ഈ ഗെയിം എന്ന് പറയുന്നത് വളരെ അൺനോൺ ആയിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള കുറച്ച് വാരിയേഴ്സിനെ എല്ലാവരും കൂടെ ചേർത്തുകൊണ്ട് ഒരു മരണക്കളി നടത്തുകയാണ്. അതായത് ഈ ഒരു ഗെയിം തുടങ്ങുന്ന പോയിന്റ് തൊട്ട് അങ്ങ് ടോക്കിയോ വരെ ഈ വാരിയേഴ്സ് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്, ഈ വാരിയേഴ്സ് എന്ന് പറയുന്നതിന് കൂടുതലും സാമുറായിസ് ആണല്ലോ, അപ്പോൾ ഈ സാമുറായിസ് എല്ലാവരും കൂടെ അന്യോന്യം പോരാടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോരാട്ടം കഴിഞ്ഞ് ടോക്കിയോയിൽ ഇത്ര പോയിന്റ്സോട് കൂടി ചെല്ലുന്നയാൾ ജയിക്കും എന്നുള്ള രീതിക്കൊക്കെയാണ് ഈ ഒരു ഗെയിം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിലേക്ക് പേഴ്സണൽ റീസൺസ് കൊണ്ടും അതുപോലെ തന്നെ തങ്ങളുടെ സ്കിൽസ് കുറച്ചും കൂടി ഒന്ന് കാണിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരികയാണ്. പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ് ആക്ച്വലി ഈ ഒരു സീരീസ് നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോഴത്തേനും ഒരു ബാറ്റിൽ റോയൽ മോഡിലൂടെയാണ് പോകുന്നതെങ്കിൽ കൂടെ ഒരുപാട് പൊളിറ്റിക്കലി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഈ ഒരു സീരീസ് സംസാരിക്കുന്നുണ്ട്. അതായത് നല്ലൊരു സ്റ്റോറി ലൈനും ത്രെഡും അതിനോടൊപ്പം ഗംഭീര ആക്ഷൻ സീക്വൻസസും ഉള്ള ഒരു സീരീസാണിത്. 6 എപ്പിസോഡിനകത്ത് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം ആക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കലി നടക്കുന്ന ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ 6 എപ്പിസോഡിനകത്ത് ഇവർ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചതെന്നാണ് എനിക്ക് അതിശയം. വളരെ നൈസായിട്ടാണ് സംഭവം എടുത്തു വെച്ചിരിക്കുന്നത്. എടുത്ത് പറയേണ്ടതും ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി തന്നെയാണ്. കാരണം കണ്ണഞ്ചിപ്പിക്കുന്ന ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഈ സാമുറായിസ് 2 പേരുടെ തമ്മിലെ ഡുവൽസും അതുപോലെ തന്നെ ഒരുപാട് സാമുറായിസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്ന സീക്വൻസസും, എസ്പെഷ്യലി ഇതിൻ്റെ ഏറ്റവും ആദ്യ ഷോട്ട്, അതായത് ഒരു സീരീസ് തുടങ്ങുന്ന ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്, അത് തന്നെ കാണുമ്പോഴത്തേനും മനസ്സിലാകും ഇത് ഏത് റേഞ്ചിലേക്ക് പോകുന്ന സീരീസ് ആണെന്ന്. അങ്ങനെ എല്ലാ സംഭവങ്ങളെയും വളരെ നൈസ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് കൊള്ളായിരുന്നു, അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു, ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയും കൊള്ളായിരുന്നു. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കണ്ട് അയാളെ ഇഷ്ടപ്പെട്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ പല കാര്യങ്ങളും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന പോയിന്റിൽ ഈ സീരീസ് തന്നെ പല കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യും. അതായത് എന്ത് എപ്പം എങ്ങനെ സംഭവിക്കുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സീരീസിനകത്ത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരു ഗംഭീര ഐറ്റം ഈ വർഷം ഇറങ്ങിയ ഒരു ബെസ്റ്റ് സീരീസ് തന്നെയാണ്. ഇതിൻ്റെ സീസൺ 2 വേണ്ടി വളരെയധികം ഈഗറായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് കൊണ്ടാണ് ഇവർ പരിപാടി നിർത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീരീസ് ഒരുപാട് സീക്രട്സോ അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്ററീസ് ഇങ്ങനെ ചുരുട്ടി കയറ്റി വെച്ചിട്ട് വരാൻ പോകുന്ന സീസണിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ഇവരെല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. അതായത് കാണുന്ന പ്രേക്ഷകന് ഏത് പോയിന്റിൽ ആ ഒരു സംഭവങ്ങൾ റിവീൽ ചെയ്ത് കൊടുക്കണമെന്ന് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് അറിയാമായിരുന്നു. അപ്പോൾ അതിനെ വളരെ പ്രോപ്പറായിട്ട് ഇവർ റിവീൽ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളെ നല്ലപോലെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് പല കാര്യങ്ങൾക്കും ചോദ്യം വരേണ്ട കാര്യങ്ങൾക്കൊക്കെ ചില സമയങ്ങളിൽ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് തന്നെ ആൻസർ കിട്ടും. എന്നാൽ നമ്മൾ ഇതിൻ്റെ ആൻസർ ഉടനെ കിട്ടും എന്ന് കരുതിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും ചിലപ്പം ഇവർ ആൻസർ തന്നൊന്നും വരത്തില്ല. അങ്ങനെ ഭയങ്കര ഒരു ഗംഭീര രീതിക്കാണ് സംഭവം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ഈ സാമുറായിസും അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടൻസും. ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഷോഗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരധികം എൻജോയ് ചെയ്താണ് കണ്ടത്. പക്ഷേ അതൊരു സ്ലോ പേസ്ഡ് ഡ്രാമയായിരുന്നു. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും സംഭവം വേറെ ലെവലാണ്. അങ്ങ് റോക്കറ്റ് വിട്ട പോലെയാണ് സാധനം പോകുന്നത്. അപ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസും വേറെ ലെവലായിരിക്കും. എസ്പെഷ്യലി ഈ സാമുറായിസിൻ്റെ ഫൈറ്റ് സീക്വൻസസ്, അതുപോലെ തന്നെ ഇവരുടെ കൾച്ചേഴ്സും കസ്റ്റംസും ഒക്കെ കാണിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര രസത്തിന് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കരധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക്, ജാപ്പനീസ് കൾച്ചറും അതുപോലെ തന്നെ സാമുറായിസ്, ഇഡോ പീരീഡ്, മെയ്ജി പീരീഡൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, അങ്ങനത്തെ സംഭവങ്ങളെ പറ്റിയൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ആ ഒരു ജപ്പാനിൽ ആ ഒരു പഴയ സാമുറായി യുഗത്തിൽ നിന്നും പിന്നീട് ഇപ്പം ഈ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള ജപ്പാനിലേക്ക് ഷിഫ്റ്റ് ആവാൻ ഉണ്ടായ കുറേ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൽ ഇടയിൽ വന്ന് പെട്ടേക്കുന്ന ചില ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നൈസായിട്ട് ഇവർ ഇതിനകത്ത് കാണിച്ചു പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ, കൾച്ചറലി ഒരുപാട് കാര്യങ്ങൾ ഇവരിങ്ങനെ ഈ ഒരു ഗെയിംസിനിടയിലോട്ട് കൊണ്ട് കയറ്റി വെക്കുമ്പോഴത്തേനും അത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുന്നത്. അപ്പം ഭയങ്കര ഗംഭീരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ വർഷം ഇറങ്ങിയ ഒരു നല്ല സീരീസാണ്. നിങ്ങൾക്ക് അടിപൊളി ആക്ഷൻ സീരീസുകളോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. സീരീസിൻ്റെ പേരും മറക്കണ്ട, ലാസ്റ്റ് സാമുറായി സ്റ്റാൻഡിങ്.